നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പുതുക്കാടിൽ ട്രിപ്പർ മോഡൽ ആക്രമണം. യുവാവിനെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. ചേറ്റുവ പാലത്തിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കയ്പമംഗലം കൂരുക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ജില്ലയിൽ എലിഫന്റ് സ്ക്വാഡുകളുടെ ലൈസൻസിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് തളിക്കുളം. വാർത്തകൾ വിശദമായി. തൃശൂർ പുതുക്കാടിൽ ട്രിപ്പർ മോഡൽ ആക്രമണം. യുവാവിനെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. മറ്റത്തൂർക്കുന്ന് സ്വദേശി നെടുമ്പാക്കാരൻ വീട്ടിൽ ജിസ്മി തെരസ് ജോഷിയെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേസിലെ 2ാം പ്രതിയായ ജിസ്മി ഹൈക്കോടതിയിലും തൃശൂർ ജില്ലാ സെഷൻസ് കോടതിയിലും മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കോടതികൾ ജാമ്യാപേക്ഷകൾ നിരസിച്ചതോടെ ഇവർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ സ്വമേധയാ ഹാജരാവുകയും പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. കേസിലെ 1ാം പ്രതിയായ പോട്ട പനമ്പള്ളി നഗർ സ്വദേശി സിറിൽ എന്നയാളെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലൂടെ 24 മണിക്കൂറിനകം പിടികൂടിയിരുന്നു. ആക്രമണത്തിൽ മരത്താക്കര പുഴമ്പള്ളം സ്വദേശി വെളിയംകുളങ്ങര വീട്ടിൽ ഡീനസ് ഡേവിസിനാണ് ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. പരിക്കേറ്റ ഡീനസിന്റെ ഭാര്യയായ ജിസ്മിയും അവിവാഹിതനായ 1ാം പ്രതി സിറിലും തമ്മിലുള്ള വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ ഈ അതിക്രമത്തിന് കാരണമായത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി ഇരുവരും ചേർന്ന് ഡീനസിനെ വധിക്കാൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. തുടർന്ന് മെയ് 8 രാത്രി 7:30 തൃക്കൂർ നെല്ലിച്ചോട്ടിലെ ജിമ്മിന് മുന്നിൽ ഒളിച്ചിരുന്ന സിറിൽ വർക്കൗട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തിയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ചേറ്റുവ പാലത്തിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. വെള്ളിയാഴ്ച രാത്രി 7:45 അപകടമുണ്ടായത്. പിക്കപ്പ് വാൻ, കാർ, ബൈക്ക് എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ബൈക്ക് യാത്രികനായ മുല്ലശ്ശേരി താണവേലി സ്വദേശിക്ക് പരിക്കേറ്റു. കൈക്ക് പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കയ്പമംഗലം കൂരുക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോവിൽ തെക്കേവളപ്പിൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ പാർവതി എന്ന മത്സ്യബന്ധന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. 3 തൊഴിലാളികൾ ചേർന്ന് മത്സ്യബന്ധനത്തിനായി വള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ശക്തമായ തിരമാല വള്ളത്തിൽ ആഞ്ഞടിച്ചതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വെള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന പോഴിശ്ശേരി പ്രസാദ്, പോണത്ത് സുധീഷ്, കൈതവളപ്പിൽ കണ്ണൻ എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. അപകടത്തിന് പിന്നാലെ മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് വടം ഉപയോഗിച്ച് വള്ളം കരയിലേക്ക് കയറ്റി. എന്നാൽ വള്ളത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ എലിഫന്റ് സ്ക്വാഡുകളുടെ ലൈസൻസിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് തളിക്കുളം. തൃശൂർ ജില്ലയിൽ തന്നെ ഏകദേശം 9ഓളം എലിഫന്റ് സ്ക്വാഡുകൾ നിലവിലുണ്ട്. ഇതിൽ 5ഓളം സംഘത്തിന് മാത്രമാണ് കൃത്യമായ ലൈസൻസിംഗ് നിലവിലുള്ളത്. കേവലം 3 ദിവസത്തെ ഫോറസ്റ്റ് അധികൃതർ ഏർപ്പെടുത്തിയ ക്ലാസ്സിൽ പങ്കെടുത്ത് ആനകളുമായി ഒരു പരിശീലനം പോലും ലഭിക്കാതെയും ആനകളുടെ മതപ്പാട് ലക്ഷണങ്ങളോ അസുഖങ്ങളോ ബന്ധപ്പെട്ട് യാതൊരുവിധ അറിവുകളും ഇല്ലാതെയാണ് ഭൂരിഭാഗം എലിഫന്റ് സ്ക്വാഡുകളും ഉത്സവ സീസണിൽ പ്രവർത്തിച്ചു വരുന്നതെന്നും ഇതിലെ അംഗങ്ങൾ മറ്റു പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും ആനപരിപാലനമായോ ഈ മേഖലയുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളാണെന്നും ഈ അടുത്ത കാലത്തുണ്ടായ പല അപകടങ്ങളും മരണങ്ങളും ഇതിന് ഉദാഹരണമാണെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡിലെ അംഗങ്ങൾ 40-50 വർഷം ആനകളുടെ പാപ്പാനായും ആനപ്പാപ്പാന്മാരുടെ പരിശീലകരായും ഗുരുവായൂർ ദേവസ്വം പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ആനപ്പാപ്പാന്മാരെ ഇന്റർവ്യൂ നടത്തുന്ന ബോർഡിലെ അംഗമായി പ്രവർത്തിച്ചിട്ടുള്ളവരാണെന്നും തങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വമോ ഏകീകൃത സേവന വേതന വ്യവസ്ഥകളോ ഒന്നും തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല എന്നും സർക്കാർ അംഗീകൃത ഇൻഷുറൻസ് സംവിധാനം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ ഉള്ളതെന്നും
അതുകൊണ്ട് തന്നെ അർഹതയില്ലാത്ത സംഘങ്ങളെ എലിഫന്റ് സ്ക്വാഡ് ലൈസൻസിൽ നിന്നും ഒഴിവാക്കണമെന്നും ഒരു വിദഗ്ധ സമിതിയെ വെച്ച് തങ്ങൾ ഉന്നയിച്ച വിഷയം അന്വേഷണം നടത്തി ഉചിതമായ നടപടികൾ കൈക്കൊള്ളണമെന്നും പറഞ്ഞുകൊണ്ട് കേരള വനം വകുപ്പ് മന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും നിവേദനം നൽകുമെന്നും ഏറ്റവും കുറഞ്ഞത് 10 ദിവസമെങ്കിലും ലൈസൻസിന് അപേക്ഷിക്കുന്ന സംഘങ്ങൾക്ക് പരിശീലനം നൽകണമെന്നും പരിശീലനത്തിൽ മുതിർന്ന ആനപരിപാലകരെ ഉൾപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത ലൈസൻസിംഗ് അംഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും തൃപ്പയാറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ തളിക്കുളം ശ്രീഗണേശ എലിഫന്റ് സ്ക്വാഡ് സെക്രട്ടറി ബൈജു തളിക്കുളം, ദാമോദരൻ ഗുരുവായൂർ, വേണു കെ, സതീശൻ കാട്ടാക്കാമ്പൽ, ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ അറിയിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് 2 മാസം മുൻപ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടും കളക്ടർ യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ ടുഗദർ ഫോർ തൃശൂർ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. COVID-19 മഹാമാരിയിൽ മാതാപിതാക്കളിൽ ഒരാളെയോ ഇരുവരെയോ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ പിന്തുണ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 VR കൃഷ്ണതേജ IAS നേതൃത്വത്തിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടപ്പാക്കിയ ടുഗദർ ഫോർ തൃശൂർ ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം പദ്ധതിയുടെ 4ാം ഘട്ടത്തിന് തുടക്കമായി. മലപ്പാട് സരോജിനി പത്മനാഭൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിത്തറയാണെന്നും പ്രതിസന്ധികൾ നേരിട്ട കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും കരുതലും ഉറപ്പാക്കാൻ സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ റിതി ജ്വല്ലേഴ്സ് MD സുഷമ നന്ദകുമാർ, മാബൻ ലിമിറ്റഡ് MD VS പ്രസന്നൻ, മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ്, മണപ്പുറം ഫിനാൻസ് ചീഫ് PRO സനോജ് ഹെർബർട്ട്, CSR ഹെഡ് ഷിനിത ആഷിഖ്, മണപ്പുറം ഫൗണ്ടേഷൻ പ്രതിനിധികൾ, വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള 4അമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാറിൽ എത്തിച്ചേരുന്ന ഭക്തരെ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചനാ യോഗം ചേർന്നു. പടിഞ്ഞാറനട രാധാകൃഷ്ണ ഹാളിൽ ചേർന്ന യോഗത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം മെമ്പർ KP അജയൻ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ M മനോജ് കുമാർ, ദേവസ്വം മാനേജർ KV വിനീത, മുൻ മാനേജർ ഹരിഹര ഭട്ട്, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, സെക്രട്ടറി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ വർഷത്തേതുപോലെ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തർക്ക് മഴ നനയാതെ വരി നിൽക്കുന്നതിനായി പന്തലിടും. CCTV ക്യാമറകൾ സ്ഥാപിക്കും. ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. പോലീസ്, ആരോഗ്യം, പഞ്ചായത്ത്, ഫയർഫോഴ്സ്, ക്ഷേത്ര ഉപദേശക സമിതി, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ജൂലൈ 17 മുതലാണ് 4അമ്പല തീർത്ഥാടനത്തിന് തുടക്കമാവുക. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിഴിവ് 2026 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2, LSS, USS, NMS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മികച്ച വിജയം കൈവരിച്ച സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. KC കാളിക്കുട്ടി സ്മാരക സംസ്കാര നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നവമി പ്രസാദ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK അജിതകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KR ഹരി, ഷീബ സതീഷ്, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, പഞ്ചായത്ത് അംഗം AU ഉമറുൽ ഫാറൂഖ്, CDS ചെയർപേഴ്സൺ സുബൈദ അബ്ദുൽ ജബ്ബാർ, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC +2 ഫലം പുറത്തു വന്നതിന് ശേഷം വിവിധ സംഘടനകളുടെയും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർവീസ് സഹകരണ ബാങ്കുകളും വായനശാലകളും ക്ലബ്ബുകളും എന്തിനേറെ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളെല്ലാം പ്രാദേശികമായും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള അനുമോദന പരിപാടികളും ആദര സമ്മേളനങ്ങളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ട് പോകാൻ വലിയ പ്രചോദനമാകുന്ന, കരുത്ത് പകരുന്ന ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ A+ നേടി SSLC വിജയം ഉറപ്പുവരുത്തുന്നതോടൊപ്പം കൂടുതൽ ഉയർന്ന പഠന മേഖലകളിലൊക്കെ ആ വിജയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും കൂടുതൽ മെച്ചപ്പെട്ട വിജയം കരസ്ഥമാക്കാനും അവർക്ക് ഇത്തരത്തിൽ
ജനങ്ങൾ നൽകുന്ന, സമൂഹം നൽകുന്ന പിന്തുണയും ആദരവും അനുമോദനങ്ങളെല്ലാം കാരണമാകും എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. കൈപ്പമംഗലം നിയോജക മണ്ഡലം MLA KK വത്സരാജ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. മതിലകം സാൻജോ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത് ചന്ദ്രവർമ്മ മുഖ്യ അതിഥിയായിരുന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ MLA ET ടൈസൺ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുമതി സുന്ദരൻ, മിനി ഷാജി, MR കൈലാസൻ, KP രാജൻ, TK രാജു, ബീന സുരേന്ദ്രൻ, എടത്തേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KS ജയ, നൌഷാദ് കറുകപ്പടത്ത്, അക്ഷര കൈരളി കോർഡിനേറ്റർ TS സജീവൻ, ഫാദർ ജോൺസൺ റോച്ചെ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, PTA, PSC ഭാരവാഹികൾ, പൊതുപ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. കൈപ്പമംഗലം മണ്ഡലത്തിൽ SLC +2 VHSC പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും LSS USS ന്യൂമാറ്റ്സ് വിജയികളെയുമാണ് അനുമോദിച്ചത്. കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്നും വിരമിച്ച മണ്ഡലത്തിലെ മുഴുവൻ അധ്യാപകർക്കും ആദരവ് നൽകി. മെഡൽ, മൊമെന്റോ, വൃക്ഷത്തൈ തുടങ്ങിയവയാണ് വിജയികൾക്ക് സമ്മാനിച്ചത്. കരിയർ ഗൈഡൻസ് ക്ലാസും ഉണ്ടായിരുന്നു. സ്കൂളുകൾ കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നിങ്ങളുടെ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്നതാണ്. ആ സ്കൂളിനെ പോലെ തന്നെ സ്കൂളിലെ അതിൻ്റെ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. 6 വർഷം തുടർച്ചയായിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച് എടുക്കാൻ കഴിയുന്നു എന്നുള്ള ഏറ്റവും സവിശേഷമായ അംഗീകാരം. ഞാൻ കൂടുതൽ ഇതിലേക്ക് കടക്കുന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ഈ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിൽ അവരുടെ കഠിനമായ പരിശ്രമവും പ്രവർത്തനവും തീർച്ചയായിട്ടും അതിന് സഹായകരമായിട്ടുള്ള ഘടകമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളും കുടുംബവും നൽകുന്ന പിന്തുണയും അവരുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവർക്ക് ഈ വിജയം കരസ്ഥമാക്കുന്നതിന് സഹായകമായിട്ടുള്ള ഘടകങ്ങളാണ്. തൃശൂരിൽ സിറ്റി ഡാൻസ് ഓഫിന്റെ വൻ MDMA വേട്ട. 323 ഗ്രാം MDMA പിടികൂടി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ പിടിയിലായി. ഗുരുവായൂർ പാവട്ട് സ്വദേശികളായ ഷിഹാസ്, ജിഷ്ണു, വിദ്യ, ശ്രീലക്ഷ്മി എന്നിവരാണ് പിടിയിലായത്. 2 ഗ്രാം MDMA കണ്ടെടുത്തത് സ്ത്രീകളിൽ ഒരാളുടെ രഹസ്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലായിരുന്നു. ഡാൻസ് ആപ്പിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പീച്ചി വാണിയമ്പാറയിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് രഹസ്യഭാഗത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ 2 ഗ്രാം മയക്കുമരുന്ന് കണ്ടെടുത്തത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ സംഘത്തിലുള്ള ഷിഹാസിന്റെ കാക്കശ്ശേരിയിലെ വീട്ടിൽ നിന്നും 20 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. വീണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിൽ ഗുരുവായൂർ പഞ്ചാരമുക്കിലുള്ള അലുമിനിയം ഫാബ്രിക്കേഷൻ കടയിൽ നിന്നും 300 ഗ്രാം MDMA കൂടി കണ്ടെടുക്കുകയായിരുന്നു. പാലപ്പള്ളി നാടാപ്പാടം കല്ലിച്ചിത്ര ഉന്നതിയിൽ കാട്ടാന ആക്രമണം. നിരവധി മരങ്ങൾ കാട്ടാനകൾ കുത്തിമറിച്ചിട്ടു. കാട്ടാന മറിച്ചിട്ട മരം വനം വകുപ്പ് ജീവനക്കാരനായ രാജന്റെ ദേഹത്ത് വീഴാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ചുറ്റുമുള്ള വൈദ്യുതി വേലി പ്രവർത്തിക്കാത്തതാണ് കാട്ടാനകൾ ഉന്നതിയിലേക്ക് കടക്കാൻ വഴിയൊരുക്കുന്നത്. പ്രദേശത്ത് ദിവസങ്ങളായി കാട്ടാനകൾ തമ്പടിക്കുന്നുണ്ട്. ഉന്നതിക്ക് ചുറ്റുമുള്ള വൈദ്യുതി വേലി അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്നും കാട്ടാനകൾ പ്രവേശിക്കാതിരിക്കാൻ കിടങ്ങ് തീർക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ RRT സംഘത്തിന്റെ പിന്നാലെ ഓടിയെത്തി കാട്ടാന. കഴിഞ്ഞ ദിവസം രാത്രിയാണ് റോഡിൽ നിന്ന് വനം വകുപ്പ് ജീവനക്കാരുടെ അടുത്തേക്ക് ആന പാഞ്ഞു വന്നത്. RRT സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. വനപാലകരുടെ ജീപ്പിന്റെ സൈറൻ മുഴക്കി ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. ആനകളെ തുരത്തുന്നതിന് ആരംഭിച്ച പ്രത്യേക ഡ്രൈവിലുള്ള സംഘത്തെയാണ് ആന ഓടിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ
ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താ നേരം തുടരുന്നു. ആനക്കയത്ത് ബൈക്ക് യാത്രികർ കാട്ടാനയെ പ്രകോപിച്ചതായി പരാതി. തമിഴ്നാട്ടുകാരായ വിനോദസഞ്ചാരികളാണ് റോഡിൽ നിന്നും മാറി നിൽക്കുകയായിരുന്ന ആനയെ കണ്ട് ഫോട്ടോ എടുത്തത്. പിന്നീട് റോഡിലെത്തിയ ആന ഇവരുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ബൈക്കിനു പിന്നാലെ പാഞ്ഞ ആനയുടെ ചിത്രം അതുവഴി വന്ന ബസ്സിലെ യാത്രക്കാരാണ് പകർത്തിയത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ ഇരട്ട പ്രഹരം. മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന എളനാട് നീളംപള്ളിയാർ സ്വദേശി ദിനേശിനെ അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്നും 4 ലിറ്റർ മദ്യവും 1000 രൂപയും കണ്ടെടുത്തു. ചാലക്കുടി മേലൂർ നായരങ്ങാടിയിൽ 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് നായരങ്ങാടി സ്വദേശി നന്ദകുമാറും അറസ്റ്റിലായി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, കണ്ണൻ, പ്രിവന്റീവ് ഓഫീസർമാരായ TR രഞ്ജിത്ത്, KM ലത്തീഫ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അമിത എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വാൽപ്പാറയിൽ കരടിയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഉത്തരേന്ത്യൻ സ്വദേശിയായ ദിൽവർ അലിക്കാണ് പരിക്കേറ്റത്. ചായത്തോട്ടത്തിൽ കീടനാശിനി തെളിക്കാൻ പോകുന്നതിനിടെ കുറ്റിക്കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കരടി ആക്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ മറ്റു തൊഴിലാളികളാണ് ഇയാളെ രക്ഷപ്പെടുത്തിയത്. ദിൽവർ അലിയുടെ തലയിലും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ചാവക്കാട് പഞ്ചാരമുക്കിൽ മാരക രാസലഹരിയുമായി 2 പേരെ പോലീസ് പിടികൂടി. പഞ്ചാരമുക്കിൽ ഫാബ് ഹൗസ് അലൂമിനിയം ഫാബ്രിക്കേഷൻ ഉടമകളായ പാലയൂർ കല്ലൂരായിൽ വീട്ടിൽ അൻഷാദ്, പുത്തങ്കണ്ടം പുതുവീട്ടിൽ ഷബീർ എന്നിവരെയാണ് ചാവക്കാട് SHO NS രാജീവ്, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരുടെ കടയിൽ നടത്തിയ പരിശോധനയിൽ 300ഓളം ഗ്രാം വരുന്ന 3 പാക്കറ്റ് MDMA പിടികൂടിയത്. വെണ്ണൂർ ചുങ്കത്ത് ബേക്കറിയിൽ മോഷണം. പുലർച്ചെയായിരുന്നു സംഭവം. മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഹെൽമറ്റ് ധരിച്ചെത്തിയ യുവാവ് ക്യാഷ് കൗണ്ടറിലും മറ്റും പരിശോധന നടത്തുന്നതാണ് ദൃശ്യത്തിലുള്ളത്. പുലർച്ചെ കട തുറക്കാനെത്തിയ ജീവനക്കാരനാണ് മോഷണ വിവരം ആദ്യം അറിഞ്ഞത്. ഉടൻ പുതുക്കാട് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. പാവർട്ടി സെന്ററിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന ജീർണിച്ച കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ തകർന്നു വീണ് ചുമട്ടുതൊഴിലാളിക്ക് പരിക്കേറ്റു. CITU യൂണിയൻ തൊഴിലാളിയായ പാവർട്ടി മുതുമനശ്ശേരി കുണ്ടുവീട്ടിൽ സുരേഷിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ സുരേഷിനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സെന്ററിൽ കുണ്ടുകടവ് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. സമീപത്തുണ്ടായിരുന്ന വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൂത്തുപറമ്പ് വരയിടത്തിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര കൊടുങ്ങല്ലൂരിലെത്തി. കണ്ണൂരിൽ നിന്ന് 40 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 70 പേരടങ്ങുന്ന സംഘമാണ് യാത്രയിലുണ്ടായിരുന്നത്. കോട്ടപ്പുറം ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ റൂറൽ SP മുഹമ്മദ് നദിമുദ്ദീൻ, DYSP P പ്രമോദ്, കോസ്റ്റൽ പോലീസ് CI രമേശ്, കൊടുങ്ങല്ലൂർ SI EU സൗമ്യ, വാർഡ് കൗൺസിലർ VM ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെ ലഹരിക്കെതിരെ 3 പീടിക ടൗണിൽ മനുഷ്യച്ചങ്ങല തീർത്തു. കയ്പമംഗലം പോലീസ് SHO CI ശ്രീജിത്ത് KT ഉദ്ഘാടനം ചെയ്തു. KVVS 3 പീടിക യൂണിറ്റ് പ്രസിഡന്റ് ഷിബാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റേഷൻ SI KT ജോഷാർ ലഹരിക്കെതിരെ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് P പവിത്രൻ, യൂണിറ്റ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ഹാഷിഫ്, ജനറൽ സെക്രട്ടറി MS സദൻ, രാജേഷ്, നജീബ്, റഫീഖ് ചമ്മിണി എന്നിവർ സംസാരിച്ചു. 3 പീടിക ടൗണിലെ ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് ചോദ്യം ചെയ്ത പിതാവിന് ക്രൂരമർദ്ദനം. വടക്കേ തലക്കൽ വീട്ടിൽ 77 വയസ്സുള്ള സൈമണിനെയാണ് മകൻ ജോബി മർദ്ദിച്ചത്. ലഹരി വസ്തുക്കൾ വിൽപ്പനത്തിനെതിരെ പിതാവ് സൈമൺ നിരന്തരം എതിർത്തിരുന്നു. ഇതിനിടയിൽ 600ഓളം പാക്കറ്റ് ഹാൻഡ്സുമായി ജോബി കഴിഞ്ഞ ദിവസം കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരുന്നു. ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നത് കണ്ട സൈമൺ ഇത് തടയാൻ ശ്രമിച്ചു. ഇതിൽ പ്രകോപിതനായ ജോബി പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് വാർഡ് കൗൺസിലർ റീജ സലീലിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ സൈമണിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
സൈമൺ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് ജോബിക്കായി അന്വേഷണം ആരംഭിച്ചു. നേരത്തെയും ഇത്തരത്തിൽ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി സൈമൺ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സൈമണിനെ മർദ്ദിക്കരുതെന്നും പ്രതിമാസം 3000 രൂപ വീതം പിതാവിന് നൽകണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇതെല്ലാം ലംഘിച്ചാണ് ഇയാൾ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പുതുക്കാടിൽ ട്രിപ്പർ മോഡൽ ആക്രമണം. യുവാവിനെ ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവതി അറസ്റ്റിൽ. ചേറ്റുവ പാലത്തിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. കയ്പമംഗലം കുരുക്കുഴി കമ്പനിക്കടവിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ജില്ലയിൽ എലിഫന്റ് സ്ക്വാഡുകളുടെ ലൈസൻസിംഗ് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും അർഹതയില്ലാത്ത സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ശ്രീ ഗണേശ എലിഫന്റ് സ്ക്വാഡ് തളിക്കുളം. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.